അപ്പോൾ ഫൈനലി നമ്മളിത് മുഴുവൻ പൊട്ടിച്ച് വയറെല്ലാം പുറത്താക്കിയിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം നല്ല സേഫായിട്ട് വൃത്തിയായിട്ടും നീറ്റായിട്ട് ചെയ്യണം. ഈ വയറിംഗ് എല്ലാം കംപ്ലീറ്റ് ആക്കണം. ഇതാണ് നമുക്ക് ഈ ബാത്റൂമിനകത്ത് ചെയ്യാനുള്ളത്. പിന്നെ അപ്പർ സൈഡിലായിട്ട് പ്ലംബിങ്ങിൻ്റെ സെക്ഷനാണ്. പ്ലംബിങ്ങിൻ്റെ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളിയുടെ പൈപ്പിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഓരോരുത്തരും ചെയ്യുന്ന രീതിക്കൊക്കെ നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പലക ഇങ്ങനെ ചെറിയ തടിപ്പീസൊന്നും അടിച്ചിട്ടൊന്നും അല്ല അവരിങ്ങനെ പൈപ്പിനെ ഉറപ്പിക്കുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലും ഐഡിയകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഈ പുള്ളി ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി വ്യത്യസ്തമായ രീതിയിലാണ്. സേഫായിട്ട് കെട്ടിയൊക്കെ വെച്ചിട്ടാണ്, ആണിയെല്ലാം വെച്ച് കെട്ടി തടിയെല്ലാം കെട്ടി വെച്ചിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, പൈപ്പിങ് ചെയ്തിരിക്കുന്നത്. ഓക്കെ സദേക് ഷോഫ് കോയിസ്. ഇവിടെയെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെയാണ്. ഇത് കേരളത്തിലുള്ള പ്ലംബറാണ്. അവിടെ നിങ്ങൾ നാട്ടിൽ ഇങ്ങനെയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. നാട്ടിൽ ഈ ടെക്നോളജി അല്ലല്ലോ നാട്ടിൽ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ നമ്മുടെ മെയിൻ പ്ലംബർ ആൻഡ് ഇലക്ട്രീഷ്യൻ. ഹിസ് നെയിം ഈസ് അലാദിൻ ഫ്രം ഫിലിപ്പീനോ. അത് സംഭവം ശരിയാണ് കേട്ടോ.